എൻ്റെ ഒരു ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് അവനെ പരിചയപ്പെട്ടതാണ്. ശരിക്കും പിഷാരടി ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞൊരു ഒരു ഇത്രയും ഉയർന്ന രീതിയിൽ എത്തില്ലായിരുന്നു. അതെനിക്ക് വളരെ കടപ്പാടും പിഷാരടി ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവൻ രക്ഷപ്പെട്ടുണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങൾ കൂടിയപ്പോഴാണ്. പക്ഷെ കൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ സത്സമ്പർക്കം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് വളരെ നല്ല രീതിയിൽ എന്നിലേക്ക് വന്നത് പിഷാരടിയെ പരിചയപ്പെട്ട ശേഷമാണ്. പിഷാരടി ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു വഴി വേറെ തിരിഞ്ഞു പോയാനെ. എൻ്റെ ഒരു ലൈഫിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം ചേട്ടൻ എന്നോട് പറയാറുണ്ട്, സൗമ്യ ചേച്ചി കഴിഞ്ഞാൽ പിന്നെ ധർമ്മനാണ്. ഞാൻ ഫോറിൻ ട്രിപ്പിനൊക്കെ പോകുമ്പോ ഞാൻ ധർമ്മനെ കെട്ടിപ്പിടിച്ച കടന്നു. അത് കറക്റ്റാ, അത് ഭയങ്കര കറക്റ്റായിരുന്നു. ഞങ്ങളെപ്പോഴും ഭാര്യമാരുടെ കൂടെ അല്ലല്ലോ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ചേച്ചി പാവം ഇവിടെ ഇരുന്ന് ചിരിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. അവളും അങ്ങനെ തന്നെ, അവളും പറയാറുള്ളത് തന്നെയാ. അപ്പോൾ ഞങ്ങള് കൂടുതൽ സമയം വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോയിന് പോയാലും, ഇനിയിപ്പോൾ പോകാൻ പോകുന്ന ഒരു അമേരിക്കൻ ഷോ 35 ദിവസം ഉണ്ട്, അതും ഞാനും അവനും തമ്മിലായിരിക്കുള്ള ഒരു റൂമിൽ കിടക്കുന്നത്, ഞങ്ങൾ തമ്മിലായിരിക്കും കിടക്കുന്നത്. അത്രയും ദിവസം രണ്ടുപേരും ഭാര്യമാരെ പിരിഞ്ഞാണിരിക്കുന്നത്. അത് അത്രയും ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇതിനെപ്പറ്റി വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ സൗഹൃദം ഞങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇവർ കുടുംബം ആയിട്ടും ഞങ്ങൾ അവൻ്റെ വൈഫ് സൗമ്യയായിട്ടും, സൗമ്യ ഇപ്പം രാവിലെ വിളിച്ചോളൂ, പിഷാരയുടെ ഇളയ കൊച്ചിൻ്റെ ബർത്ത്ഡേ അടുത്ത ദിവസം. അപ്പോൾ അത് വിളിക്കാൻ വേണ്ടി വീരൻ്റെ ബർത്ത്ഡേ വിളിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. എന്നെ അല്ല വിളിച്ചത്, എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല കൊണ്ട് അവൾ വിളിച്ചപ്പോൾ വീട്ടുകാരുമായിട്ടും ആ സൗഹൃദം ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. നമ്മൾ ലൈവായിട്ട് പോകുന്നുണ്ട്.